ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്നുള്ള മോഡ്യൂളിൽ RCC റീറ്റെയിനിങ് വാളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് എന്തുവാണ്? അതായത് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീറ്റെയിനിങ് എർത്ത്. ഓക്കെ, എർത്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, അതാണെന്ന് പറയുന്നത് നമ്മുടെ റീറ്റെയിനിങ് വാൾ. എർത്ത് എന്നല്ല, എന്തെങ്കിലും ഒരു ബാക്ക് ഫില്ല് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന വോളാണ് എന്നാണ് റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെഫിനേഷൻ പറയാം. എ വോൾ പ്രൊവൈഡഡ് ടു മെയിൻറ്റെയിൻ ഗ്രൗണ്ട് അറ്റ് 2 ഡിഫറെൻറ്റ് ലെവൽസ്. ഓക്കെ, ഒരു ഗ്രൗണ്ടിന് 2 ഡിഫറെൻറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വോൾ, അതാണെന്ന് പറയുന്നത് റീറ്റെയിനിങ് വോൾ. അപ്പോൾ റീറ്റെയിനിങ് വോളിന് 2 ഡെഫിനേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എർത്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിന് 2 ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വോൾ, അതാണെന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ മെറ്റീരിയൽ റീറ്റെയിൻഡ് ബൈ ദ വോൾ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബാക്ക് ഫിൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബാക്ക് ഫിൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ റീറ്റെയിൻഡ് ബൈ ദ വോളിനെ എന്ത് വിളിക്കും? ബാക്ക് ഫില്ല്. ഈ ബാക്ക് ഫില്ല് തന്നെ ഹൊറിസോണ്ടൽ ബാക്ക് ഫില്ലുണ്ട്. എന്താണ്? ഹൊറിസോണ്ടൽ ബാക്ക് ഫില്ലും ഉണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ഫില്ലും ഉണ്ട്. എന്താണ്? ഇൻക്ലൈൻഡ് ഫില്ല്. ഈ ഇൻക്ലൈൻഡ് ഫില്ലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സർചാർജ്. എന്ത് വിളിക്കും? സർചാർജ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ബാക്ക് ഫില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ലെവൽഡ് ആയിരിക്കും. ഓക്കെ, ലെവൽഡ് മീൻസ് ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിരിക്കും. ഓക്കെ, ഇൻക്ലൈൻഡ് ഫില്ലാണെങ്കിലോ ടോപ്പ് എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ഉണ്ടായിരിക്കും. ഇനി സർചാർജ് ലോഡ്സ് എന്താണ്? ഇൻക്ലൈൻഡ് ഫില്ലിനെ നമ്മൾ എന്ത് വിളിച്ചു? സർചാർജ് എന്ന് വിളിച്ചു. ഈ സർചാർജ് കാരണം ഉണ്ടാകുന്ന ലോഡാണെന്നാണ് സർചാർജ് ലോഡ്സ്. ഓക്കെ, ഇനി ദ സ്ട്രക്ചർ ഓഫ് ദ സെയിം ടൈപ്പ് വിച്ച് സപ്പോർട്ട്സ് നാച്ചുറൽ എർത്ത് ബാങ്ക്. ഓക്കെ, ഈ റീറ്റെയിനിങ് വാൾ പോലുള്ള ഒരു സ്ട്രക്ചർ, അത് നാച്ചുറൽ എർത്ത് ബാങ്ക്. ഓക്കെ, നാച്ചുറൽ എർത്ത് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രസ്റ്റ് വാൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബ്രസ്റ്റ് വാൾ. ഓക്കെ, ദ സ്ട്രക്ചർ ഓഫ് ദ സെയിം ടൈപ്പ് വിച്ച് സപ്പോർട്ട്സ് നാച്ചുറൽ എർത്ത് ബാങ്ക്. നാച്ചുറൽ എർത്ത് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം സ്ട്രക്ചർ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്രസ്റ്റ് വാൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീറ്റെയിനിങ് വാളിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ എർത്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണെന്ന് പറഞ്ഞാൽ റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വേറൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്രൗണ്ടിനെ നമുക്ക് 2 ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വോൾ, അതിനെ എന്ത് വിളിക്കാം? റീറ്റെയിനിങ് വോൾ എന്ന് വിളിക്കാം. ഇനി മെറ്റീരിയൽ റീറ്റെയിൻഡ് ബൈ ദ വോൾ, ആ വോൾ റീറ്റെയിൻ ചെയ്യുന്ന ആ മെറ്റീരിയൽ നമ്മൾ എന്ത് വിളിക്കാം? ബാക്ക് ഫിൽ എന്ന് വിളിക്കും. ഈ ബാക്ക് ഫിൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ബാക്ക് ഫില്ലും ഉണ്ട്, ഹൊറിസോണ്ടൽ ബാക്ക് ഫില്ലും ഉണ്ട്. ഹൊറിസോണ്ടൽ ബാക്ക് ഫിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നതായിരിക്കും ലെവൽഡ് ആയിരിക്കും. ഇൻക്ലൈൻഡ് ഫില്ലാണ് ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇനി ഇൻക്ലൈൻഡ് ഫില്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സർചാർജ്. ഈ സർചാർജ് കാരണം ഉണ്ടാകുന്ന ലോഡാണെന്ന് സർചാർജ് ലോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ സെയിം ടൈപ്പ് വിച്ച് സപ്പോർട്ട്സ് നാച്ചുറൽ എർത്ത് ബാങ്ക്. നാച്ചുറൽ എർത്ത് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെന്ത് വിളിക്കും? നമ്മൾ ബ്രസ്റ്റ് വാൾ എന്ന് വിളിക്കും. ഇനി അടുത്ത് വരുന്നത് ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ. എന്താണ്? ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റി വോൾസ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റീറ്റെയിനിങ് വാൾ: ഗ്രാവിറ്റി വാൾസ് ഉണ്ട്, സെമി ഗ്രാവിറ്റി വാൾസ് ഉണ്ട്, കാൻഡിലിവർ വാൾസ് ഉണ്ട്, കൗണ്ടർ ഫോർട്ട് വാൾസ് ഉണ്ട്. ഇതൊക്കെയാണ് കാൻഡിലിവർ വാൾസ്, സെമി ഗ്രാവിറ്റി വാൾസ്, കാൻഡിലിവർ വാൾസ്, കൗണ്ടർ ഫോർട്ട് വാൾസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഗ്രാവിറ്റി വാൾസ്. ഗ്രാവിറ്റി വാൾസ് നമുക്കറിയാം എന്താണ്? ടോട്ടലി ഇത് ഫുള്ളായിട്ട് ഒരു മേസൺട്രി വാളാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടോട്ടലി മേസൺട്രി വാള്. ഇനി ഈ ഒരു ഗ്രാവിറ്റി വാള് എന്താണ്? ഈ സ്ലൈഡിങ്, ഓവർ ടേണിങ് പോലുള്ള എഫക്ട്സിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ബൈ ഇറ്റ്സ് സെൽഫ് വെയ്റ്റ്. എന്താണ്? സെൽഫ് വെയ്റ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഫോഴ്സസിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വേഴ്സ് ഹെവി ക്രോസ് സെക്ഷൻ. എന്താണ്? ഹെവി ക്രോസ് സെക്ഷൻ ഇതിന് ആവശ്യമായിട്ട് വരുന്നു. അതാണ് ഗ്രാവിറ്റി വാളിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാവിറ്റി വാൾ എന്ന് ടോട്ടലി മേസൺട്രി വാളാണ്. ഇനി ഇതിൽ വരുന്ന ഫോഴ്സസിനെല്ലാം ഇത് എങ്ങനെയാണ് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ബൈ ഇറ്റ്സ് ഓൺ സെൽഫ് വെയ്റ്റ്. ഇനി ഗ്രാവിറ്റി വാൾസിന് ഇറ്റ് റിക്വയർ ഹെവി ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇനി സെമി ഗ്രാവിറ്റി വാൾസ് ഉണ്ട്. സെമി ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് എന്തായിരിക്കും? മേസൺട്രി ആയിരിക്കും, ബാക്കി റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സെമി ഗ്രാവിറ്റി വാൾസ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ടു റെഡ്യൂസ് ദ ഹെവി ക്രോസ് സെക്ഷൻ. എന്താണ്? ടു റെഡ്യൂസ് ദ ഹെവി ക്രോസ് സെക്ഷൻ സം റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആർ പ്രൊവൈഡ് അറ്റ് ടോ ആൻഡ് സ്റ്റം. എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെ കൊടുക്കുന്നു? ടോയിലും
സ്റ്റെമ്മിലും കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. എന്തിനാണ്? ടു റെഡ്യൂസ് ഹെവി ക്രോസ് സെക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ടോയും സ്റ്റെമ്മിലും കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? സെമി ഗ്രാവിറ്റി വോൾസ് എന്ന് വിളിക്കാം. ഓക്കെ. പിന്നെ ഉള്ളത് കാൻഡിലിവർ വോൾസും കൗണ്ടർ ഫോർട്ട് വോൾസുമാണ്. ഇനി ഈ 3 ടൈപ്പ്, അത് സെമി ഗ്രാവിറ്റി വോൾസ്, കാൻഡിലിവർ വോൾസ്, കൗണ്ടർ ഫോർട്ട് വോൾസ്, ഇതിനെയാണ് നമ്മൾ RCC റീറ്റെയിനിങ് വോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, RCC റീറ്റെയിനിങ് വോൾ. കാരണം എന്താണ്? അതിൽ റീഇൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് RCC റീറ്റെയിനിങ് വോൾ. ഓക്കെ, ഒരു RCC റീറ്റെയിനിങ് വോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു RCC റീറ്റെയിനിങ് വോൾ ഇത് കണക്കിനാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഒരു RCC റീറ്റെയിനിങ് വോൾ എന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റെം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അപ്റൈറ്റ് പാർട്ട്. എന്താണ്? അപ്റൈറ്റ് പാർട്ട്, മുകളിലുള്ള ഭാഗമാണ് സ്റ്റെം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ട്സ് ദ എർത്ത്. ഓക്കെ, എർത്തിനെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ഫില്ല് എവിടെയാണ് വരുന്നത്? ഈ ഭാഗത്തായിട്ടായിരിക്കും ബാക്ക് ഫില്ല് വരുന്നത് അല്ലേ. ബാക്ക് ഫില്ല് ഈ ഭാഗത്തായിട്ട് എർത്തിനെ റീറ്റെയിൻ ചെയ്യുവാണ് അല്ലേ. അപ്പോൾ സ്റ്റെം എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പാർട്ടാണ്, അതെന്ന് പറഞ്ഞാൽ എർത്തിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അടുത്ത് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഹീലെന്ന് പറയുന്നത് ഇതാണ് ഹീല്. ഓക്കെ, ഹീലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ബേസ്. എന്താണ്? ബേസിൻ്റെ ഒരു പോർഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് എംബഡഡ് ബിലോ ദ സപ്പോർട്ടിങ് ബാക്ക് ഫില്ല്. എന്താണ്? എംബഡഡ് ബിലോ സപ്പോർട്ടിങ് ബാക്ക് ഫില്ല്. ഓക്കെ, സപ്പോർട്ട് ചെയ്തേക്കുന്ന ബാക്ക് ഫില്ലിന് താഴെയായിട്ടല്ലേ വരുന്നത്. ഇവിടെയാണ് ബാക്ക് ഫില്ല് വരുന്നത് അല്ലേ. അപ്പോൾ ബാക്ക് ഫില്ലിന് താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീല് വരുന്നത്. അപ്പോൾ ബേസിൻ്റെ ഒരു പോർഷനാണ്. ഇറ്റ് ഈസ് എംബഡഡ് ബിലോ ദ സപ്പോർട്ടിങ് ബാക്ക് ഫില്ല്. ബാക്ക് ഫില്ലിന് താഴെയായിട്ടാണ്, ബിലോ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീല് വരുന്നത്. ഇനി അടുത്ത കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ടോയ് ആണ്. ടോയ് എന്ത് തന്നെയാണ്? പോർഷൻ ഓഫ് ദ ബേസ് ആണ്. ഓക്കെ, ടോയ് ഇതെന്ന് പറയുന്നതാണ് ടോ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ടോയ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ദ പോർഷൻ ഓഫ് ബേസിൻ്റെ ഒരു പോർഷനാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റെം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റെം അല്ലേ. അപ്പോൾ സ്റ്റെം എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ മുന്നിലുള്ളതാണ് എന്തെന്ന് പറഞ്ഞിട്ടോ, അതിൻ്റെ പുറകിലുള്ളത് ഹീല്. ഈ ഹീലും ടോയും ബേസിൻ്റെ പോർഷൻസാണ്. ഹീലെന്ന് പറഞ്ഞാൽ എംബഡഡ് ബിലോ ദ സപ്പോർട്ടിങ് ബാക്ക് ഫിൽ, ടോയ് ആണെങ്കിലോ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റെം. ഓക്കെ, ഇനി അടുത്ത ഒരു ടേം എന്ന് പറഞ്ഞാൽ ഹീൽ ബീം അല്ലെങ്കിൽ ഷിയർ കീ എന്ന് വിളിക്കും. എന്ന് വിളിക്കും? ഹീൽ ബീം അല്ലെങ്കിൽ ഷിയർ കീ. ഇഫ് ദ ബേസ് സ്ലാബ് വിഡ്ത്ത് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു വിത്ത്സ്റ്റാൻഡ് ദ ഷിയർ ഫോഴ്സ്. ഓക്കെ, ഈ ഒരു ബേസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ഓക്കെ, ഇതാണ് ബേസ് സ്ലാബ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നോട്ട് സഫിഷ്യൻറ്റ് ടു വിത്ത്സ്റ്റാൻഡ് ദ ഷിയർ ഫോഴ്സ്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഇവിടെ ആയിട്ട് എന്ത് കൊടുക്കും? ഒരു ബീം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബീം ഈസ് പ്രൊവൈഡഡ് ബിലോ ദ സ്റ്റെം. ഓക്കെ, ഈ സ്റ്റെമ്മിന് താഴെയായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരു ബീം പ്രൊവൈഡ് ചെയ്യും, പ്രൊജക്റ്റിംഗ് ഡൗൺവേർഡ് ഫ്രം ദ ബേസ് സ്ലാബിൽ നിന്നും എന്താണ്? ഡൗൺവേർഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബീം പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹീൽ ബീം അല്ലെങ്കിൽ ഷിയർ കീ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ഷിയർ കീ. അപ്പം നമ്മുടെ ഈ ഒരു ബേസ് സ്ലാബിന് എന്താണ്? ഷിയർ ഫോഴ്സിന് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അത്ര ഉള്ള വിഡ്ത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെമ്മിന് താഴെയായിട്ട് എന്താണ്? ബേസ് സ്ലാബിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹീൽ ബീം അല്ലെങ്കിൽ ഷിയർ കീ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീപ്പ് ഹോൾ എന്താണെന്നാണ്. വീപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഹോൾസ് പ്രൊവൈഡഡ് ഇൻ ദ സ്റ്റെം അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഫ്രം ഫേസ് ബാക്ക് ടു ഡ്രെയിൻ ഔട്ട് ദ സീപ്പേജ്. ഓക്കെ, അതായത് ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് എന്ത് വരുന്നത്? വീപ്പ് ഹോൾ. ഓക്കെ, ഫ്രണ്ടിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? വീപ്പ് ഹോൾ. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് ബാക്ക് ഫേസിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഹോളാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഹോൾസ് പ്രൊവൈഡ് ഇൻ ദ സ്റ്റെമ്മിലാണ് നമ്മൾ ആ ഹോൾ കൊടുക്കുന്നത് അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഫ്രം ഫേസ് ടു ബാക്ക് ടു ഡ്രെയിൻ ഔട്ട് ദ സീപ്പേജിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീപ്പ് ഹോൾ കൊടുക്കുന്നത്. ഓക്കെ, ടു ഡ്രെയിൻ ഔട്ട് ദ സീപ്പേജ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കാൻഡിലിവർ റീറ്റെയിനിങ് വാളിനെ പറ്റിയാണ് കുറച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ റീറ്റെയിനിങ് വാളിൻ്റെ പ്രത്യേകത കാൻഡിലിവർ റീറ്റെയിനിങ് വാളാണ്. അപ്പോൾ ജംഗ്ഷൻ ഓഫ് 3 കമ്പോണൻസ് വിൽ ബി ഫിക്സഡ് എൻഡ് ഓഫ് കാൻഡിലിവർ. ഒക്കെ ഈ 3 എൻഡ് ഏതൊക്കെയാണ്? നമ്മുടെ സ്റ്റെമ്മുണ്ട് അല്ലേ, നമ്മുടെ സ്റ്റെമ്മുണ്ട്,
പിന്നെ ടോയ് ഉണ്ട്, ഹീലുണ്ട്. ഓക്കെ, ഇത് ഇത്രയായിരുന്നു നമ്മുടെ 3 പാർട്സ്. ഈ 3 കമ്പോണൻറ്റും എന്താണ് വിൽ ബി ഫിക്സഡ് എൻഡ് ഓഫ് കാൻഡിലിവർ. ഒരു കാൻഡിലിവറിൻ്റെ ഫിക്സഡ് എൻഡ്സ് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റെമ്മിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഇന്നർ ഫേസിലാണ്. ഓക്കെ, സ്റ്റെമ്മിൽ നമ്മൾ എവിടെയാണ്, അതിൻ്റെ ഇന്നർ ഫേസ് ഓഫ് സ്റ്റെമ്മിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹീലിലുള്ള ലോഡ്. ഓക്കെ, ഹീലെന്ന് പറഞ്ഞാൽ എവിടെ വരും, ഈ ഭാഗത്തായിട്ട്. ഇതാണ് നമ്മുടെ ഹീലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹീലിലുള്ള ലോഡ് എന്ന് പറയുന്നത് എന്താണ്, ഡെഡ് വെയിറ്റ് ഓഫ് ബാക്ക് ഫിൽ. ഇവിടെ വരുന്ന ബാക്ക് ഫില്ലിൻ്റെ ഡെഡ് വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹീലിലുള്ള ലോഡ് എന്ന് പറയുന്നത് എന്തുവാണ്, ബാക്ക് ഫില്ലിലുള്ള ഡെഡ് വെയിറ്റ് ആണ്. ഓക്കെ, ബാക്ക് ഫില്ലിലുള്ള എന്താണ് ഡെഡ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഹീലിലുള്ള ലോഡ് എന്ന് പറയുന്നത് ബാക്ക് ഫില്ലിൻ്റെ ഡെഡ് വെയിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എന്താണ്, ടോപ്പ് സർഫസ് ഓഫ് ഹീൽ സ്ലാബ്. ഓക്കെ, ഹീൽ സ്ലാബിൻ്റെ ടോപ്പ് സർഫസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ ബീമിൽ എന്താ പറഞ്ഞാൽ ജംഗ്ഷൻ ഓഫ് 3 കമ്പോണൻസ് വിൽ ബി ഫിക്സഡ് എൻഡ് ഓഫ് കാൻഡിലിവർ. ഇതിൽ സ്റ്റെം എന്ന് പറയുന്നത്, സ്റ്റെമ്മിലാണെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെ കൊടുക്കും, ഇന്നർ ഫേസിലാണ് കൊടുക്കുന്നത്. ഹീലിലാണെങ്കിൽ ഈ ഹീലിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ബാക്ക് ഫില്ലിൻ്റെ ഡെഡ് വെയിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെ കൊടുക്കണം, അതിൻ്റെ ടോപ്പിൽ കൊടുക്കണം. ഓക്കെ, ഇനി ടോയുടെ കാര്യത്തിലാണെങ്കിൽ ടോയ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഈ ഭാഗത്താണ് വരുന്നത് അല്ലേ, ടോ. പക്ഷേ ഇവിടെ ബാക്ക് ഫില്ലുണ്ടോ, ഇല്ല. അപ്പോൾ ഇവിടെ നോ ബാക്ക് ഫില്ലാണ്. സോ അവിടെ ലോഡുണ്ടോ, ലോഡ് ഉണ്ട്. പക്ഷെ എന്ത് ലോഡല്ല, ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് സോയിൽ പ്രഷറാണ്. എന്താണ്, അപ്വേർഡ് സോയിൽ പ്രഷർ. ഓക്കെ, അപ്വേർഡ് സോയിൽ പ്രഷറാണ് ഈ ടോയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോയിൽ എവിടെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്, അതിൻ്റെ ബോട്ടത്തിൽ. അപ്പോൾ ടോയിൽ ബോട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഹീലിലാണെങ്കിലോ ടോപ്പിൽ. കാരണം അതിൻ്റെ ബാക്ക് ഫില്ലിൻ്റെ ഡെഡ് വെയിറ്റ് ആണ് നമ്മൾ ഹീലിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മുകളിൽ വേണം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ. ടോയുടെ കേസിൽ ബാക്ക് ഫില്ലില്ല, പക്ഷേ ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് സോയിൽ പ്രഷറാണ് വരുന്നത്. സോ താഴെ ബോട്ടത്തിലാണ് നമ്മൾ ടോയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മിനിമം തിക്നെസ് ഓഫ് സ്റ്റെം വോൾ. ഓക്കെ, സ്റ്റെം വോളിൻ്റെ മിനിമം തിക്നെസ് എത്രയായിരിക്കണം എന്ന് ചോദിച്ചാൽ ടോപ്പിൽ 20 സെൻറ്റിമീറ്ററും ബേസിൽ എത്രയാണ്, 35 സെൻറ്റിമീറ്ററും ആയിരിക്കണം മിനിമം തിക്നെസ് ഓഫ് സ്റ്റെം വോൾ. ഓക്കെ, ഇനി വിഡ്ത്ത് ഓഫ് ബേസ് ലാബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വിത്ത് സർചാർജ് എന്താണ്, വിത്ത് സർചാർജ് ആണെങ്കിൽ 0.5H to 0.8H. H എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വോൾ ആണ്. ഇനി വിത്തൗട്ട് സർചാർജ്. ഓക്കെ, വിത്തൗട്ട് സർചാർജ് ആണെങ്കിൽ 0.5H to 0.6H. അപ്പോൾ ഒന്നുകൂടെ പറയാം, മിനിമം തിക്നെസ് ഓഫ് സ്റ്റെം വാൾ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ 20 സെൻറ്റിമീറ്ററും ബേസിൽ 30 സെൻറ്റിമീറ്ററുമാണ്. ഇനി വിഡ്ത്ത് ഓഫ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത് വിത്ത് സർചാർജ് ആണെങ്കിൽ 0.5H to 0.8H ആണ്. വിത്തൗട്ട് സർചാർജ് ആണെങ്കിൽ 0.5H to 0.6H ആണ്. ഓക്കെ, ഇനി തിക്നെസ് ഓഫ് ബേസ് സ്ലാബ് എന്ന് പറയുന്നത് മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 0.1H. ഓക്കെ, ബേസ് ലാബിൻ്റെ മിനിമം തിക്നെസ് എത്രയായിരിക്കണം, 0.1H ആയിരിക്കണം. ഓക്കെ, ഇനി ടോപ്പ് പ്രൊജക്ഷൻ ബിയോണ്ട് ദ ഔട്ട് ഓഫ് ഫേസ് ഓഫ് സ്റ്റെമ്മിൻ്റെ ഔട്ട് ഓഫ് ഫേസിൽ നിന്ന് എന്തുമാത്രം ടോപ്പ് പ്രൊജക്റ്റ് ചെയ്തിരിക്കണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 1/4 to 1/3 ഓഫ് ബേസ് വിഡ്ത്ത് ഓഫ് സ്ലാബ്. ഓക്കെ, ഇത് ഏതിൻ്റെ കേസാണ് പറയുന്നത്, കാൻഡിലിവർ റീറ്റെയിനിങ് വോളിൻ്റെ കേസസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് പ്രൊജക്ഷൻ ബിയോണ്ട് ദ ഔട്ടർ ഫേസ് ഓഫ് ദ സ്റ്റെം എന്ന് പറയുന്നത് 1/4 to 1/3 ഓഫ് ബേസ് വിഡ്ത്ത് ഓഫ് സ്ലാബ് ആയിരിക്കണം. ഇനി നമ്മുടെ കാൻഡിലിവർ റീറ്റെയിനിങ് വോളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇൻവെർട്ടഡ് T ഷേപ്പ് ആയിരിക്കും. ചില സമയത്ത് മാത്രം നമ്മൾ L ഷേപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു കാൻഡിലിവർ റീറ്റെയിനിങ് വോള് എക്കണോമിക്കൽ എന്ന് പറയണമെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 6 to 7 മീറ്റർ. ഓക്കെ, മോഡറേറ്റ് ഹൈറ്റ്, അതായത് 6 to 7 മീറ്റർ വരെ ഹൈറ്റിലായിരിക്കും ഇത് എക്കണോമിക്കൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ദ സ്റ്റെബിലിറ്റി ഓഫ് ദ വോൾ ഈസ് പാർഷ്യലി പ്രൊവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദ എർത്ത് ഓൺ ദ ഹീൽ. ഓക്കെ, അപ്പോൾ വോളിൻ്റെ ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഹീലിൽ വരുന്ന എർത്തിൻ്റെ കുറച്ച് വെയിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെബിലിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വോളാണ്. ഓക്കെ, എന്താണ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വോൾ? കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വോൾ, അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ള. ഓക്കെ, ഇഫ് ഹൈറ്റ് ഓഫ് ഫില്ലിംഗ് മോർ ദാൻ 8 മീറ്റർ. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ്
ഫില്ലിംഗ്. ഓക്കെ, ഫില്ലിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 8 മീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 6 to 7 മീറ്റർ ഇടയ്ക്കാണ് നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നതെങ്കിൽ എന്താണ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്. ഓക്കെ, ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ സ്പേസിങ് എന്നാണ്. എക്കണോമിക്കൽ സ്പേസിങ് ഓഫ് കൗണ്ടർ ഫോർട്ട്സ്. ഓക്കെ, കൗണ്ടർ ഫോർട്ട്സിൻ്റെ എക്കണോമിക്കൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 1/2 to 1/3 ഓഫ് ഹൈറ്റ് ഓഫ് സ്റ്റെം വാൾ. ഓക്കെ, സ്റ്റെം വാളിൻ്റെ ഹൈറ്റിൻ്റെ 1/2 to 1/3 ആയിരിക്കണം. എക്കണോമിക്കൽ സ്പേസിംഗ് ഓഫ് കൗണ്ടർ ഫോർട്ട് എന്നത് എത്രയാണ്? 1/2 to 1/3 ഓഫ് ഹൈറ്റ് ഓഫ് സ്റ്റെം വാൾ ആണ്. ഇനി നമ്മൾ നോർമൽ സ്പേസിംഗ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്, നോർമൽ സ്പേസിംഗ് എത്രയാണ് കൊടുക്കുന്നത്? നോർമൽ സ്പേസിംഗ് എന്ന് പറയുന്നത് 2 to 3 മീറ്റർ ആണ്. എന്തിൻ്റെ നോർമൽ സ്പേസിംഗ് ആണ്? കൗണ്ടർ ഫോർട്ടിൻ്റെ നോർമൽ സ്പേസിംഗ്. ഓക്കെ, ഇനി ഇതിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ഇൻക്ലൈൻഡ് സൈഡിലാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൗണ്ടർ ഫോർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ടർ ഫോർട്ട്സ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ കൗണ്ടർ ഫോർട്ട്സ് ആർ പ്രൊവൈഡഡ് ബിഹൈൻഡ് ദ വാൾ, അതായത് ഓൺ ദ ബാക്ക് ഫിൽ സൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതെങ്കിൽ ഇവിടെ ബാക്ക് ഫിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ ബിഹൈൻഡ് ദ വാളിന് ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ബാക്ക് ഫിൽ വരുന്ന സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൗണ്ടർ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ഫോഴ്സ്. ഇതെന്താണ്? ടെൻസൈൽ ഫോഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ഫില്ലിംഗ് മോർ ദാൻ 8 മീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇതിൻ്റെ എക്കണോമിക് സ്പേസിംഗ് ഓഫ് കൗണ്ടർ ഫോർട്സ് എന്ന് പറയുന്നത് 1/2 to 1/3 ഓഫ് ഹൈറ്റ് ഓഫ് സ്റ്റെം വാൾ ആണ്. നോർമൽ സ്പേസിംഗ് നമ്മൾ എടുക്കുന്നത് 2 to 3 മീറ്റർ ആണ്. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എപ്പോഴും ഇൻക്ലൈൻഡ് സൈഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കൗണ്ടർ ഫോർട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിഹൈൻഡ് ദ വാൾ, അതായത് ബാക്ക് ഫിൽ സൈഡിലാണ് ഇപ്പോൾ കൗണ്ടർ ഫോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ RCC റീറ്റെയിനിങ് വാളിനെ പറ്റി പറയാനായിട്ട്. താങ്ക് യു.